ഇന്ന് അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്കുണ്ട്, 45 ദിവസത്തിനകം നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ലോകം ആരാധിക്കുന്ന സമുന്നതനായ നേതാവ് തിരുവനന്തപുരം കോർപ്പറേഷൻ, തിരുവനന്തപുരം നഗരത്തിലെത്തും. വരാൻ പോകുന്ന 5 വർഷം ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവരാനുള്ള പദ്ധതികളെ കുറിച്ച് അദ്ദേഹം ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹം അവിടെ അവതരിപ്പിക്കും. അതിന് പിന്തുണ കൊടുക്കാനാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് വിഴിഞ്ഞം പ്രദേശത്ത് നിന്ന് ഒരു കൌൺസിലറെ തെരഞ്ഞെടുത്തയക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങൾ അത് സർവതോന്മുഖമായ വികസനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാർ, വികസനമാണ് നമ്മുടെ മുദ്രാവാക്യം. ആ വികസനത്തിന് വേണ്ടിയിട്ടാണ് സർവശക്തിപുരം ബിനുവിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കാൻ പ്രയത്നിച്ചിട്ടുള്ള പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന അധ്യക്ഷൻ ഈ മുക്കോല പ്രദേശത്ത് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ നേരിൽ കാണാനാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യമായി നിങ്ങളെ നേരിട്ട് കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയും ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ BJPയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ഈ നാടിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ ശ്രീമാൻ അഡ്വക്കേറ്റ് സുരേഷ്, കഴിഞ്ഞ 10 മാസമായി കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന, സംഘടനാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ അഡ്വക്കേറ്റ് സുരേഷിനെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. വേദിയിലിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ MS ഷിബു, പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ, ശ്രീ മുക്കോല പ്രഭാകരൻ സാർ, GP ശ്രീകുമാർ, വെങ്ങാനൂർ ഗോപൻ അവർകൾ, ബാലരാമപുരം മണ്ഡലം പ്രസിഡന്റ് സുനീഷ്, അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ K സോമൻ അവർകൾ, ശ്രീ ഇവിടെ എത്തിയിട്ടുള്ള നല്ലവരായ നാട്ടുകാർ, ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ, നമ്മളിൽ ഒരുവനായി നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഒരവസരത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീമാൻ ബിനു, അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കൂടിയിട്ടുള്ളത്. അദ്ദേഹത്തെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ജയ് ഭാരത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. बोलो भारत माता के। जय जय बीजेपी, जय जय बीजेपी, जय जय बीजेपी, जय जय राजीव जी, जय जय राजीव जी, बोलो भारत माता के। ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ക്ഷണിക്കുക. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ
കൂടുതൽ സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷേ 2-3 കാര്യങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ എത്ര കൊല്ലമായി തിരുവനന്തപുരത്ത് നടക്കാത്ത വികസനം, എത്ര കൊല്ലമായി LDFും UDFും ഭരിച്ചു. പക്ഷെ വികസനത്തിന് വേണ്ടി ഒരു പ്രവർത്തനം ആരും ഒന്നും ചെയ്തില്ല. ഞാൻ 2024 ഇവിടെ മത്സരിച്ചപ്പോൾ, ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ, വിഴിഞ്ഞം ഇവിടെ എല്ലാം ഞാൻ ക്യാമ്പയിൻ ചെയ്യാൻ വന്നപ്പോൾ എന്നെ എത്രയോ ജനങ്ങള് കണ്ട് സംസാരിച്ചു, അവരെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ അന്ന് 24 ഒരു വാഗ്ദാനം കൊടുത്തതായിരുന്നു. എനിക്ക് ഒരു അവസരം തന്നാൽ BJP NDA ആയ ഒരു MP ആയിട്ട് ഞാൻ ഇതെല്ലാം പരിഹരിക്കുമെന്ന് വാഗ്ദാനം കൊടുത്തു. അത് എന്റെ ഹൃദയത്തില് ഞാൻ ചെയ്യുമെന്നതിന് ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്കൊരു 8000 വോട്ടോണ് ഞാൻ തോറ്റു. ആ അവസരം എനിക്ക് കിട്ടിയില്ല. ഒരു 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ഭഗവാന്റെ കൃപയാണ്, ജനങ്ങളുടെ സ്നേഹം, പ്രവർത്തകരുടെ പ്രവർത്തനം, BJP NDA ഇന്ന് തിരുവനന്തപുരം ഭരിക്കുന്നു. 24 എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, BJPക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്ന് ഞങ്ങൾ ഭരിക്കുന്നു. ഞങ്ങളൊരു കാഴ്ചപ്പാട്, വികസനം കൊണ്ടുവരണം, വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ആ കാഴ്ചപ്പാട് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ജനങ്ങൾ ഒരു അവസരം തന്നിട്ടുണ്ട്. ഇതാണ് സത്യം. ഇനി അടുത്ത 5 കൊല്ലം എല്ലാ വാർഡിന്റെയും ഒരു വികസന ബ്ലൂ പ്രിന്റ് 45 ദിവസത്തിൽ ശരിക്ക് ജനങ്ങളൊപ്പം ചർച്ച ചെയ്ത് തീരുമാനിച്ച് നരേന്ദ്രമോദിജി ഇവിടെ വന്ന് ആ 5 കൊല്ലം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തിന്റെ സാധ്യത, തിരുവനന്തപുരത്തെ നന്നാക്കുന്ന ഈ പ്രക്രിയ തുടങ്ങും. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഒപ്പം ഈ വാർഡും കൂടണ്ടേ, ഈ വാർഡിലും വികസനം വരണ്ടേ. അതിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്. ഈ വികസന തിരുവനന്തപുരത്തിന്റെ ഭാഗമായി വിഴിഞ്ഞത്തിലും ഈ വികസനം കൊണ്ടുവരണം എന്ന് കോർപ്പറേഷന്റെ ആഗ്രഹമാണ്, മേയറിന്റെ ആഗ്രഹമാണ്, ഡെപ്യൂട്ടി മേയറിന്റെ ആഗ്രഹമാണ്, ബിനുവിന്റെ ആഗ്രഹമാണ്, ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ ഒരു ഒറ്റ അഭ്യർത്ഥനയാണ്, വികസിത തിരുവനന്തപുരം മുമ്പോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിജി ഇവിടെ വന്ന് വികസന തിരുവനന്തപുരത്ത് 5 കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഒപ്പം വിഴിഞ്ഞം ബ്ലൂ പ്രിന്റും പ്രഖ്യാപിക്കണം. അതിനുവേണ്ടി സർവശക്തിപുരം ബിനുവിനെ നമ്മുടെ സ്ഥാനാർത്ഥിന്റെ കൗൺസിലർ ആക്കി ജയിപ്പിക്കണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. ഇന്ന് എവിടെ നോക്കിയാലും വിവാദങ്ങൾ മാത്രം. LDFും കോൺഗ്രസും എത്ര കൊല്ലമായി ഭരിച്ച് ഈ നാടിനെ നശിപ്പിച്ചു. നമ്മൾ വികസിത ഭാരതം സൃഷ്ടിക്കുമ്പോൾ, ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ, BJP ഭരിക്കുന്ന സംസ്ഥാനമെല്ലാം മുമ്പോട്ട് പോകുമ്പോൾ കേരള നാട് പിന്നോട്ട് പോകുന്നു. ശരി, അത് നമ്മൾ അസംബ്ലി ഇലക്ഷൻ തീരുമാനിക്കാം. പക്ഷെ ഈ ഇലക്ഷനിൽ വിഴിഞ്ഞം ഇനി പിന്നോട്ട് പോകാൻ പാടില്ല. വിഴിഞ്ഞം ജയിക്കണം, വിഴിഞ്ഞം മുമ്പോട്ട് പോകണം, വികസിത വിഴിഞ്ഞം സൃഷ്ടിക്കണം. എന്റെ അവസാനം ഒരു ഒറ്റ ആഗ്രഹമാണ്, ഇത് നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹമാണ്. നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാൻ വിഴിഞ്ഞമിന്റെ കൗൺസിലറായി ബിനു അവിടെ നിൽക്കണം, അവിടെ ഉണ്ടാവണം. ആ സ്റ്റേജിൽ നരേന്ദ്രമോദിജി വികസിത തിരുവനന്തപുരത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, 5 കൊല്ലം എന്ത് ചെയ്യാൻ പോകുന്നു പറയുമ്പോൾ വിഴിഞ്ഞം വാർഡിനെ കുറിച്ചും പറയണം. ഇതാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഒരൊറ്റ മാർഗമാണ്, സർവശക്തിപുരം ബിനുവിനെ കൗൺസിലറാക്കുക, വാർഡിനെ നന്നാക്കാൻ, വാർഡിനെ ജയിപ്പിക്കാൻ, വികസിത വിഴിഞ്ഞം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനെ ജയിപ്പിച്ച് കൗൺസിലറാക്കുക.
ഞാൻ ഈ ഇലക്ഷന്റെ സമയത്ത് ഒരു വാഗ്ദാനം മാത്രമേ തന്നുള്ളൂ. ഞങ്ങൾ 24 മണിക്കൂറും 365 ദിവസവും അധ്വാനിക്കാൻ തയ്യാറാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി അധ്വാനിക്കും. ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സർവശക്തിപുരം ബിനു. ഇതാണ് BJP. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമ്മളെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ബിജു പറഞ്ഞല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പോസ്റ്റ് ഇട്ടപ്പോൾ നാഷണൽ മീഡിയ എന്നെ വിളിച്ചു ചോദിച്ചു, ഇത് എന്തുകൊണ്ട് ബിനു അങ്ങനെ അതിൽ കുളത്തിൽ ചാടി രക്ഷിച്ചു? മത്സരിക്കണ്ടേ? അതിനെ എല്ലാം ഒന്ന് കുറച്ച് വിചാരിച്ചിട്ടും ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഇതെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഇത് BJPന്റെ പ്രവർത്തകനാണ്, കൂടെ ഉണ്ടാവും ഞങ്ങൾ എന്ന് പറയുന്ന പാർട്ടിയാണ്. ഏത് ജനം എവിടെയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ഉണ്ടാവും. ഇതാണ് BJP. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ബോലോ ഭാരത് മാതാ കി, ഭാരത് മാതാ കി. സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവ് ചന്ദ്രശേഖർജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറെ ബഹുമാന്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ഏട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സുരേഷ് ഏട്ടൻ സംസാരിക്കുന്നില്ല. അടുത്ത നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ സർവശക്തിപുരം ബിനു നിങ്ങളോട് സംസാരിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള